ഇത് പാനസോണിക് കമ്പനിയുടെ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് കുക്കർ അല്ലെങ്കിൽ മൾട്ടി കുക്കർ എന്നാണ് പറയുക. ഈ ഇരിക്കുന്നത് 2.2 ലിറ്റർ കപ്പാസിറ്റി ഉള്ള സ്റ്റീമിംഗ് ബാസ്ക്കറ്റ് വരുന്ന മോഡലാണ്. 0.3 ലിറ്റർ തൊട്ട് നമുക്ക് ഓരോ കപ്പാസിറ്റിയിൽ കുക്കേഴ്സ് അവൈലബിൾ ആണ്. ഇതിനെ മൾട്ടി കുക്കർ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് കുക്കർ എന്ന് പറയാൻ കാര്യം ഇത് ഒരുപാട് ഡിഷസ് നോർമലി ഒരു ധാരണയുള്ള അരി മാത്രമേ വെക്കാൻ പറ്റുള്ളൂ എന്നാണ്. അങ്ങനെയല്ല, എല്ലാ ഡിഷസും ഇതിൽ വെക്കാം. അതുകൊണ്ടാണ് ഈ മൾട്ടി കുക്കർ എന്ന് പറയുന്നത്. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ വെള്ളം വറ്റി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ഓഫ് ആവുകയും ചെയ്യും. പിന്നെ ഇതിൽ സ്റ്റീമിംഗ് ബാസ്ക്കറ്റ് ഉള്ള മോഡലിൽ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആവിയിൽ എന്തെങ്കിലും പുഴുങ്ങണമെങ്കിൽ ഈ സ്റ്റീമിംഗ് ബാസ്ക്കറ്റ് വെക്കുക. താഴെ ഇതാണ് കുക്കിംഗ് പാൻ. ഇതിലാണ് നിങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. കുക്കിംഗ് പാൻ വെക്കുക, ശേഷം സ്റ്റീമിംഗ് ബാസ്ക്കറ്റ് വെക്കുക, അതിന് ശേഷം അടക്കുക. സ്റ്റീം ചെയ്തേണ്ട വസ്തുക്കളാണ് ഇതിൽ വെക്കാവുള്ളൂ. ബാക്കി അല്ലാത്ത ഡിഷസ് വെക്കുമ്പോൾ ജസ്റ്റ് ഈ കുക്കിംഗ് പാൻ എന്ത് ഡിഷാണോ നിങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതിലാണ് കുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ചിക്കൻ മട്ടൺ കറികളൊക്കെ ആണെങ്കിൽ ഇതിലാണ് കുക്ക് ചെയ്യേണ്ടത്. മെറ്റീരിയൽ എടുക്കുക, ഇത് വെക്കുക, ജസ്റ്റ് ഓണാക്കുക. ഇത് വെള്ളം വറ്റി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിട്ട് കീപ്പ് പാം എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് പോകും. ഇവിടെ അതിൻ്റെ ഇൻഡിക്കേഷൻ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ വെള്ളമില്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ അടിക്ക് പിടിക്കാതെ ഇത് കുക്കിംഗ് മോഡ്, പിന്നെ ഓട്ടോമാറ്റിക് കട്ടായി കഴിയുമ്പോൾ കീപ്പ് പാം എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക്. അപ്പോൾ പാനസോണിക്കിൽ വരുമ്പോൾ 2 കോയിലുകൾ ഉണ്ടാവും. കുക്കിങ്ങിന് ഒരു കോയിലുണ്ടാവും, കീപ്പ് പാമിന് വേണ്ടിയിട്ട് വേറൊരു കോയിലുണ്ടാവും. കീപ്പ് പാമിൻ്റെ ഗുണമെന്ന് വെച്ചാൽ കുക്ക് ചെയ്ത് കഴിഞ്ഞ വസ്തുക്കൾ 5 മണിക്കൂർ വരെ ചൂടാറാണ്ട് ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കീപ്പ് പാം ഫംഗ്ഷൻ വെക്കുന്നത്. പിന്നെ ഇതൊക്കെ ഫുഡ് ഗ്രേഡ് മെറ്റീരിയലാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ പാനസോണിക് കുറച്ചധികം മുൻപിലാണ്. IEC സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള പ്രൊഡക്റ്റാണ്. ROC സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇത് അലുമിനിയം പാൻ ആണെങ്കിൽ പോലും ആനോഡൈസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ പുതിയൊരു മോഡലാണ് ഈ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു ഇതിൽ നമുക്ക് ഓൺ ഓഫ് ഫംഗ്ഷൻ, കീപ്പ് പാം ഫംഗ്ഷനേ ഉണ്ടാവുള്ളൂ. ഇത് അതിൽ കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആണ്. പുതിയൊരു മോഡൽ വന്നിരിക്കുന്നതാണ്. 1.8 ലിറ്ററാണ് കുക്കിംഗ് കപ്പാസിറ്റി. അതായത് 1 കിലോ അരി വെക്കാൻ പറ്റുന്ന മോഡലാണ്. ഇതിൽ നമുക്ക് ടൈമറും കൂടി സെറ്റ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് കണ്ടറിയാം 2 കൺട്രോൾ നോബുകളുണ്ട്. 90 മിനിറ്റ് വരെ നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. കൂടാണ്ട് 3 കുക്കിംഗ് മോഡ്, ഹൈ ലോ മീഡിയം തൊട്ട് ഫ്ലെയിം മോഡ് സെലക്ട് ചെയ്യാൻ പറ്റും. ഇതിലും ഓൺ ഓഫ് സ്വിച്ചുകൾ, ഓൺ ഫംഗ്ഷൻ സ്വിച്ച് ഉണ്ട്. ഏതാണോ ആദ്യം തീരുന്നത്, ഇൻ കേസ് വെള്ളമാണ് നിങ്ങൾ വെച്ചിരിക്കുന്ന ടൈമിനേക്കാൾ മുമ്പ് വെള്ളമാണ് തീരുന്നെങ്കിൽ ഓട്ടോമാറ്റിക് ഓഫ് ആവുകയും ചെയ്യും. പ്ലസ് ടൈമാണ് തീരുന്നെങ്കിൽ അങ്ങനെയും ഓഫ് ആവും. ഇപ്പോൾ ഒരു പാലൊക്കെ തിളപ്പിക്കാൻ നിങ്ങൾക്കൊരു ടൈം അറിയാമെങ്കിൽ ആ ടൈം സെറ്റ് ചെയ്യുമ്പോൾ അത് തിളച്ച് പോകാണ്ട് ഓഫായിട്ടിരുന്നു. 1.8 ലിറ്റർ കപ്പാസിറ്റി വരുന്ന മോഡലിലൊക്കെ കറണ്ട് കൺസംഷൻ 660 വാട്ട്സ് ആയിരിക്കും ഫുൾ ഫ്ലെയിമിൽ. അതായത് 1 മണിക്കൂർ യൂസ് ചെയ്താലാണ് 0.6 യൂണിറ്റ് മാത്രമായിരിക്കും എടുക്കുക. 20% ഗ്യാസിനേക്കാൾ ലാഭകരമാണ് ടെക്നിക്കലി. നമുക്ക് ഇതിൻ്റെ ലൈവ് ഡെമോയുടെ ഭാഗമായിട്ട് ഇതിൽ നമ്മളൊരു പുലാവ് ഉണ്ടാക്കി കാണിക്കുകയാണ്. അതിന് വേണ്ട മെറ്റീരിയൽസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ഐറ്റംസ് ആദ്യം ചെയ്ത് മാറ്റണം. നമുക്ക് കുക്കിംഗ് പാൻ ഒരെണ്ണമാണ് ഉള്ളത്. അപ്പോൾ അതിൽ കശുവണ്ടി, കിസ്മിസ് അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ മസാല ഐറ്റംസൊക്കെ നെയ്യിൽ തന്നെ ചൂടാക്കിയിട്ട് മാറ്റി വെക്കുക. അതിന് ശേഷം അരി കുതിർത്തതാണ്. ഇപ്പോൾ 1/2 കിലോ അരി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ്. അപ്പോൾ അതിൽ അരി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ് അതിൻ്റെ മെഷറിംഗ് കപ്പ് വരുന്നത്. അരി ഇടുമ്പോൾ മാത്രം ഈ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഇടേണ്ടത്. ഒരു 20 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് ഓഫായിട്ട് ഇരുന്നു. മോഡൽ നമ്പറിൽ തന്നെ ഇതിൻ്റെ കുക്കിംഗ് കപ്പാസിറ്റി വരുന്നുണ്ട്. ഇപ്പോൾ 18 HSS ആണെങ്കിൽ, 18 സീരീസ് ആണെങ്കിൽ 1.8 ലിറ്ററാണ് കുക്കിംഗ് കപ്പാസിറ്റി വരിക. 22 സീരീസ് ആണെങ്കിൽ 2.2 ലിറ്റർ ആയിരിക്കും കപ്പാസിറ്റി വരിക. 1.8 ലിറ്ററിൽ 1 കിലോ ആയിരിക്കും. 2.2 ലിറ്ററിൻ്റെ അകത്ത് 1.25 കിലോ ആയിരിക്കും വെക്കാം. പാർട്സും ഏകദേശം വ്യത്യാസമുണ്ട്. 1.8 ലിറ്ററിൻ്റെ അകത്ത് 660 വാട്ട്സ്, 2.2 ലിറ്ററിൻ്റെ 750 വാട്ട്സ്. ആണെങ്കിലും 1 മണിക്കൂർ യൂസ് ചെയ്താൽ 1 യൂണിറ്റ് താഴെ ആയിരിക്കും കറണ്ട് കൺസംഷൻ വരിക. ബീൻസ്
ഇല്ല ഇല്ല ഇല്ല. ഇല്ല, ഇത് ജസ്റ്റ് എന്താ പറയുക, ഇതിൽ വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഹൈ ചൂടിലോട്ട് വരത്തുള്ളൂ, ഇല്ലെങ്കിൽ സ്ലോ കുക്കിംഗ് ആയിരിക്കും വരുന്നത്. ആ റൈസ് എടുക്കും. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, ഒന്ന് ഫ്രൈ ആയി വരാനായിട്ട്. അതിനുശേഷം നമ്മൾ വെള്ളമൊഴിച്ച് അതിൻ്റെ കുക്കിങ്ങിലേക്ക് മാറാം. അപ്പോൾ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലിട്ടിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. കുക്കിംഗ് കഴിയും. റൈസ് വന്നിട്ടുണ്ട്. 20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന വെജിറ്റബിൾസ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. കുറച്ച് നെയ്യും കാര്യങ്ങളും ഒഴിച്ചു കൊടുക്കുക, സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടാൻ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യമേ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂ, കിസ്മിസ് ഇതെല്ലാം ആഡ് ചെയ്യാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തേക്കാം. നമ്മുടെ പാനസോണിക്കിൻ്റെ റൈസ് കുക്കറിലുണ്ടാക്കിയ പുലാവ് റെഡിയായിട്ടുണ്ട്. നമുക്കിന്ന് സെർവ് ചെയ്യാം.